നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എക്സാമിന് ഞാൻ ജയിച്ച് പിണക്കം മാറി എന്നോട് അച്ഛന് സ്നേഹം തോന്നിയിരുന്നെങ്കിൽ ഇത്ര നന്നായനെ. എനിക്ക് കല്യാണമൊന്നും വേണ്ടച്ച. അമ്മയില്ലാത്ത എനിക്ക് അച്ഛൻ മാത്രല്ലേ ഉള്ളൂ. അച്ഛന്റെ തണലിൽ എന്നും ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. ഈ പൂവിന്റെ ഇതളുകള് ഒന്നൊന്നായിട്ട് അടർത്താം. ആദ്യം അടർത്തുന്ന ഇതൾ പാസ്, രണ്ടാമത് അടർത്തുന്ന ഇതൾ ഫെയിൽ. അങ്ങനെ ഈ പൂവിന്റെ അവസാനത്തെ ഇതൾ പാസ് എന്നാണ് വരുന്നതെങ്കിൽ ഞാൻ എക്സാമിന് പാസ്. ഫെയിൽ എന്നാണ് വരുന്നതെങ്കിൽ ഞാൻ എക്സാമിന് ഫെയിൽ. ദൈവമേ, ഇതിന്റെ അവസാനം ഫെയിൽ എന്നെങ്ങനെ വന്നാലോ? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും. ഈശ്വര, ഈ കളി വേണ്ട. രാജുവിനെ എന്ന് വിളിക്കാം. ടെൻഷൻ മാറാനുള്ള എന്തെങ്കിലും ഒരു വഴി രാജുവിന് അറിയായിരിക്കും. ഇതെന്ത് കോള് കട്ട് ചെയ്ത് കളഞ്ഞ? രാജുവിന് അത്രയ്ക്ക് ധൈര്യമായോ? ഒരു അത്യാവശ്യത്തിന് ഞാൻ വിളിച്ച എന്റെ കോള് കട്ട് ചെയ്യാനും മാത്രം വലിയ ആളായോ രാജു? കാണിച്ചു തരാം ഈ ഋതിക്ക് ആരാണെന്ന്. കാണിച്ചു തരാം. വീഡിയോ കോളാണല്ലോ. ഹലോ ഋതിക മാഡം, ഇത് കണ്ടോ? സ്പെഷ്യൽ പൂജയാ. അതും ഋതിക മാഡത്തിന് വേണ്ടി. എക്സാമിന് മാഡം ജയിക്കാൻ വേണ്ടിയുള്ള വിശേഷാൽ പൂജയാ. എന്റെ പൊന്ന് രാജു, ഇത് ഞാൻ തീരെ പ്രതീക്ഷയില്ലാട്ടോ. മാഡം ധൈര്യമായിട്ടിരിക്കുക. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാളെ നല്ല റിസൾട്ട് തന്നെ വരും. മാഡത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറും. താങ്ക് യു രാജു, താങ്ക് യു സോ മച്ച്. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അതാ രാജുവിനെ ഞാൻ വിളിച്ചേ. രാജു കോള് കട്ട് ചെയ്തപ്പോ എനിക്ക് വലിയ ദേഷ്യമായി. പക്ഷെ ഇപ്പോ ഐ എം റിയലി ഹാപ്പി. താങ്ക്സ് ഒന്നും വേണ്ട മാഡം. സമാധാനായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ രാജു, ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. പാവ രാജു, വെറുതെ ഞാൻ രാജുവിനെ വഴക്ക് പറഞ്ഞു. ഇനി സമാധാനായിട്ട് ഇറങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.